ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിന്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ധനഹാക്കാലം 4-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ അത്ഭുതങ്ങളെ അടയാളങ്ങളായി കാണുന്ന യോഹന്നാൻ ശ്ലീഹ വിവാഹമെന്ന കൂദാശയുടെ പ്രാധാന്യത്തെയും രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ പങ്കും ശിഷ്യന്മാർ ഈശോയുടെ മഹത്വം കണ്ടനുഭവിച്ചപ്പോൾ ശിഷ്യത്വത്തിലുണ്ടാകുന്ന വളർച്ചയെയും കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി, കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ ഈ അത്ഭുതം മിശിഹ കേന്ദ്രീകൃതമാണ്. അതായത് സുവിശേഷകൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തൻ്റെ മഹത്വം പ്രകടിപ്പിക്കാൻ ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ അത്ഭുതം. അത്ഭുതങ്ങളിലൂടെ പ്രകടമാക്കുന്ന തൻ്റെ മഹത്വം ഒരു നല്ല നേതാവായി ഈശോ പൂർത്തീകരിക്കുന്നത് പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. എല്ലാം പുനഃസൃഷ്ടിക്കുന്ന, എല്ലാം നവീകരിക്കുന്ന ഉയർപ്പിന്റെ സൂചകമായ 3-ാം ദിവസം. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ 3-ാം ദിവസം എന്ന് തുടങ്ങിയാണ്. രണ്ടാമതായി, അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈശോ പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദ്യമുയർത്തുന്ന ഈശോ താൻ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന്റെ പ്രാധാന്യത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത്. ഈശോ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് 2 സ്ഥലങ്ങളിലാണ്. തൻ്റെ മഹത്വം പ്രകടമാക്കുന്ന ആദ്യത്തെ അടയാളമായ കാനായിലും മഹത്വീകരണത്തിന്റെ പൂർത്തീകരണമായ കാൽവരിയിലും. കാനായിൽ തുടങ്ങി കാൽവരി വരെ നീണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയും ഈശോയെ അനുഗമിച്ചു. ആദിമാതാപിതാക്കളുടെ പാപത്താൽ മരണത്തിലേക്ക് അധപതിച്ച മനുഷ്യവർഗത്തെ 2-ാം ഹവ്വായി എന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന ദൈവമാതാവായ മറിയം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യത്തിൻ്റെ വ്യംഗ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും രക്ഷയിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വേണ്ടി മാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളെപ്പോലെ ആയിരുന്നില്ല ഈശോ. ഈശോ എന്നും ദൈവമായി നിൽക്കുന്നു. പരിശുദ്ധ അമ്മ എന്നും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി നിൽക്കുന്നു. മൂന്നാമതായി, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ കൈറോസ് എന്ന പദമാണ്. അത് ലോകത്തിൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ്, മഹത്വീകരണത്തിൻ്റെ സമയമാണ്. പിതാവേ, പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് പീഡാനുഭവത്തിൻ്റെ മുന്നോടിയായി ഈശോ പ്രാർത്ഥിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ഈശോ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ ബഹുമാനിച്ച് പിതാവിൻ്റെ സമയത്തിനായി കാത്തിരുന്ന് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച മിശിഹാനാഥൻ. വിശുദ്ധരെ വിധിയിക്കുന്നത് കുടുംബമാണ്. ഓരോ വിശുദ്ധാത്മാക്കളെയും വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയാണ് ഈശോ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ കുര്യാക്കോസ് എലിയാസച്ചനും വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ തുടങ്ങിയ നിരവധിയായ വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ സ്നേഹാർപ്പണം നടത്തുന്നത് ദൈവമാതാവ് വഴിയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രശസ്ത അഭിഭാഷകനായിരുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരി. പരാജയത്തിന് നൊമ്പരമറിഞ്ഞ് ഈശോയിലേക്ക് അടുക്കുന്നൊരു കാലം. 1929 ഓഗസ്റ്റ് 8-ാം തീയതി നേപ്പിൾസിലെ ആതുരാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ ഒരു പ്രകാശവലയം അദ്ദേഹത്തെ വലയം ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, നീ ലോകത്തെ ഉപേക്ഷിക്കുക, നിന്നെ പൂർണ്ണമായും എനിക്കായി സമർപ്പിക്കുക. വീണ്ടും ആ സ്വരം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ആതുരാലയത്തിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു ദേവാലയത്തിലേക്ക് ചെന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അവകാശങ്ങളും ലോകസുഖമോഹങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ പൂർണ്ണമായും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരു പുരോഹിതനായി ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, എന്നെ അനുഗ്രഹിക്കണമേ. ആത്മീയ വളർച്ചയിൽ തൻ്റെ മക്കളെ തൻ്റെ തിരുക്കുമാരന് അനുരൂപരാക്കാൻ വേണ്ടി സഹായിക്കുന്ന പരിശുദ്ധ അമ്മയെ നാം ഇപ്പോൾ കാണുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിലൂടെയും വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വാധീനം അവരുടെ കുടുംബങ്ങളിലെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം അനുഭവപ്പെടുന്നതായി നാം ഇപ്പോൾ അനുഭവിക്കുകയാണ്. പഴയ നിയമ വായനകളിലും ഇന്നത്തെ ലേഖന വായനയിലും ഒരു യഥാർത്ഥ നേതാവിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,
തന്നിൽ മാത്രം കർത്താവ് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കാതെ തൻ്റെ ജനം മുഴുവൻ കർത്താവിനെ അറിയുകയും അവിടുത്തെ പ്രവാചകന്മാരാവുകയും തീരണമെന്ന് ആഗ്രഹിക്കുന്ന മോശയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അവിടുത്തെ ഹിതമറിഞ്ഞ് വിശ്വസ്തയോടെ ജീവിതം കഴിച്ച് വചനം പ്രഘോഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ. ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങളെല്ലാം ആവോളം ആസ്വദിക്കുന്നവർ അതിനാൽ തന്നെ നാശമടയുമെന്നും ഈ വചനഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 46 അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് തുലനം ചെയ്യാൻ ആരുമില്ല. അവിടുന്ന് തൻ്റെ ഉദ്ദേശ്യങ്ങൾ നിർവഹിക്കുന്നു, ഉപദേശങ്ങൾ എന്നും നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പ്രധാന പുരോഹിതന്റെ 3 സവിശേഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്. ബലഹീനവും നിഷ്ഫലവുമായ നിയമത്തെ നീക്കം ചെയ്യാൻ ക്രിസ്തു എന്നേക്കുമായി ബലിയർപ്പിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നേതാവിന്റെ ചിത്രം നാം ഈ വചനഭാഗങ്ങളിലൂടെയെല്ലാം കാണുകയുണ്ടായി. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ അഭിമാനിക്കാനുള്ള സുദിനം കൂടിയാണിന്ന്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ ജനാധിപത്യ ഭരണത്തിലേക്ക് വന്നതും ഭരണഘടന അംഗീകരിച്ചതും 1950 ജനുവരി 26-നാണ്. ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് ഭാരതീയ ജനത റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നിയന്ത്രണ തത്വമായ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ അധികാരം ഇന്ത്യൻ പൗരന്മാരുടെ കൈകളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ജനതയെ വാർത്തെടുത്ത് മൺമറഞ്ഞ എല്ലാ ധീര നേതാക്കളെയും ഇന്നും രാജ്യത്തെ നയിക്കുന്നവരെയും ഓർത്ത് നമുക്ക് കൃതജ്ഞതയർപ്പിക്കാം. ഒരു നല്ല മികച്ച രാജ്യം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ വചനവായനയോടെ, പ്രത്യേകിച്ച് കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഇടം നൽകാൻ നമുക്കും പരിശ്രമിക്കാം. അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം മഹാജൂബിലെ ലക്ഷ്യങ്ങൾ മറക്കാതിരിക്കാം. ക്രിസ്തുവിൽ നമുക്ക് ആഘോഷിക്കാം, സഭയിൽ നമുക്ക് ആഘോഷിക്കാം, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ആഘോഷിക്കാം. സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.